പേടിക്കാതെ എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം? ഒരു ഇന്റർവ്യൂവിന് പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അനാവശ്യമായ ഒരു പേടി. അതെങ്ങനെ ഒഴിവാക്കാം? അത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. അതൊരിക്കലും ഈ പറഞ്ഞ ഒരു പെർഫെക്ഷനിൽ ഉണ്ടാവുന്നല്ല. നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാം. ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ആ കമ്പനിയെ പറ്റി ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. ആ കമ്പനി എന്തെല്ലാം സർവീസസ് ആണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം സ്കില്ലുകൾ ഉണ്ട്, ആ കമ്പനിക്ക് എന്തെല്ലാം സ്കിൽസ് ആണ് ആവശ്യമുള്ളത്, നമുക്കതിൽ എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൽ മിക്കവരും കാണിക്കുന്ന ഒരു അബദ്ധമാണ് കുറേ കാര്യം നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ട് അത് അതേപടി തട്ടും. ഇതെല്ലാം തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ റിജക്ഷൻസിന് ചാൻസസ് കൂടുതൽ. അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഒരു എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണമായി, നിങ്ങളുടെ പാത്ത് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ IT ഫീൽഡിലേക്ക് വന്നത്, എന്തുകൊണ്ടാണ് ഇന്ന കോഴ്സ് ചൂസ് ചെയ്തത്, എന്തുകൊണ്ട് ഈ കമ്പനിയിൽ അപ്ലൈ ചെയ്തു, അതൊരു സ്റ്റോറി മോഡൽ പറയുകയാണെങ്കിൽ കമ്പനി അത് ഓർത്ത് നോക്കുകയും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളെ ഹയർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, കാണാപ്പാടം പഠിച്ച അല്ലെങ്കിൽ കാണാതെ പഠിച്ച് ബൈഹാർട്ട് പഠിച്ച് കുറെ പുസ്തകങ്ങൾ കൂട്ടിയിട്ട് കാര്യമില്ല. കമ്പനിക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ഒരു സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയിനാണ്. ആ സ്കില്ലുകൾ നിങ്ങൾക്ക് എത്ര നല്ല രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നിങ്ങളുടെ ഹയറിങ്ങിന്റെ ചാൻസസ് കൂടുതലായിരിക്കും.